ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ വിവാഹവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം അവസാനിപ്പിച്ച് പോലീസ്. ലഭിച്ച പരാതികളിന്മേൽ കേസ് എടുക്കേണ്ടെന്നാണ് തീരുമാനം. കല്യാണം നടത്തിയതിൽ പഞ്ചായത്തിനോ പോലീസിനോ വീഴ്ച സംഭവിച്ചിട്ടില്ലെന്ന റൂറൽ എസ്.പിയുടെ റിപ്പോർട്ട് DGP അംഗീകരിച്ചു. മധ്യപ്രദേശിൽ പോയി അന്വേഷണം നടത്തേണ്ടെന്നും നിലപാട്. ഹൈക്കോടതിയെ ഇക്കാര്യം അറിയിക്കും. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരിമോഹൻ, നമുക്ക് സംശയമൊന്നുമില്ല, കുംഭമേളയിലെ വൈറൽ പെൺകുട്ടിയുടെ പ്രായം 18 തികഞ്ഞിരുന്നു. പല തെളിവുകളും ഇപ്പോൾ പോലീസ് ശേഖരിച്ചു. 2015 തന്നെ ഇഷ്യൂ ചെയ്ത ആധാർ കാർഡ് ഉണ്ട്. ആ ആധാർ കാർഡിലും പ്രായം ഇപ്പോൾ നമ്മൾ പരിശോധിച്ചാൽ 18 വയസ്സ് തികയും. 2024 ആധാർ കാർഡ് ഉണ്ട്, അതിലും പ്രായം 18 ആണെന്ന് തെളിയാൻ കഴിയും. ഈ ആധാർ കാർഡുകളൊന്നും വ്യാജമല്ല. കുട്ടി പാൻ കാർഡ് 18 തികയാതെ പാൻ കിട്ടൂല. കുട്ടി തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടികയിൽ പേരുണ്ട്, 18 തികയാതെ വോട്ടർ പട്ടികയിൽ പേര് വരില്ല. അപ്പോൾ നമ്മൾ പോലീസ് പരിശോധിച്ച എല്ലാ രേഖകളും ഒറിജിനൽ ആണെന്ന് കണ്ടെത്തിയിരിക്കുന്നു. അപ്പോൾ ഒരു കുരുട്ട് ബുദ്ധി ഇതിന് പിന്നിൽ എവിടെയോ പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കി ഇപ്പോൾ കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയാണോ പോലീസ്? അങ്ങനെയാണെങ്കിൽ ഇത് ദ റിയൽ കേരള സ്റ്റോറിയെ മറികടക്കാനുള്ള ഒരു ശ്രമം ചിലരുടെ ഭാഗത്തുനിന്നുണ്ടായി എന്ന് വേണമോ മനസ്സിലാക്കാൻ? അരുൺ, തീർച്ചയായിട്ടും കേരളത്തിലും കേരള പോലീസിനും ഇത് സംബന്ധിച്ച് യാതൊരു സംശയവുമില്ല. അത് കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ട് കേരള പോലീസിന് ബോധ്യപ്പെട്ടതാണ്. എല്ലാ രേഖകളും കൃത്യമാണ്. അതിനകത്ത് ഒരു തരത്തിലുള്ള കൃത്രിമം ഉണ്ടായിട്ടില്ല. വ്യാജരേഖകൾ പെൺകുട്ടി ഒരിടത്തും സമർപ്പിച്ചിട്ടുമില്ല. ജനന സർട്ടിഫിക്കറ്റ് അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ 2015 ഇഷ്യൂ ചെയ്ത് 2026 അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ആധാർ കാർഡ്, അതിൽ തുടക്കം മുതൽക്കുണ്ടായിരുന്ന പ്രായവും പേരും എല്ലാം തന്നെ പോലീസ് പരിശോധിച്ച് ഉറപ്പുവരുത്തിയതുമാണ്. അപ്പോൾ ഒരു തരത്തിലുള്ള വ്യാജ ഇടപാടുകളും അതിനകത്ത് നടന്നിട്ടില്ല എന്നുള്ള കണ്ടെത്തലോടുകൂടി തന്നെ അതിന്റെ അന്വേഷണം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിലാണ് കേരള പോലീസ്. അതായത് ഇന്നലെ ഡിവൈഎസ്പി റൂറൽ എസ്.പി ഇത് സംബന്ധിച്ചുള്ള റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് നൽകുകയും സംസ്ഥാന പോലീസ് മേധാവി ആ റിപ്പോർട്ട് അംഗീകരിക്കുകയും ചെയ്തു. ഇനി ഇതിന്മേലൊരു അന്വേഷണത്തിന്റെ ആവശ്യം കേരളത്തിൽ നിന്ന് ഉണ്ടാവേണ്ടതില്ല. അതായത് ഇവരുടെ വിവാഹം അത് സാധൂകരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ തെളിവുകളും ഇവിടെ പൂവാർ പഞ്ചായത്തിലുണ്ട്. അതിനുശേഷം തമ്പാനൂർ പോലീസ് തുടക്കത്തിൽ ഇവരുടെ കയ്യിൽ നിന്ന് രേഖകൾ വാങ്ങിയിരുന്നു. ആ രേഖകളും കൃത്യമാണ്. അപ്പോൾ അതിന്റെ എല്ലാ കാര്യങ്ങളും കേരളത്തിൽ കൃത്യമായി മുറപ്രകാരം നടന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ മധ്യപ്രദേശിൽ പോയി അന്വേഷിക്കേണ്ട ആവശ്യവുമില്ല. ദേശീയ പട്ടികവർഗ കമ്മീഷനും മധ്യപ്രദേശ് പോലീസും ഈ കേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കേരള പോലീസിനെ സമീപിക്കാം. അപ്പോൾ വേണ്ട സഹകരണം നടത്താം എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ നിലപാട്. അരുൺ, ഓക്കെ, പട്ടികവർഗ കമ്മീഷനോട് നമുക്ക് ഒന്നേ പറയാനുള്ളൂ, അനാവശ്യമായ ചില കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വരരുത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതിൽ നിന്നൊക്കെ ലഭ്യമാകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളത്. കാരണം തെളിവുകളും രേഖകളുമെല്ലാം നിലവിൽ ഒറിജിനലാണ്, തനി തങ്കമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ. അപ്പോൾ എന്തായാലും വെറുതെ ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കിയതാ ചിലർ, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാ. ആ രേഖ ഒറിജിനൽ തന്നെയാണ്.